ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂളിൽ നിന്ന് 100% വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന സദസ്സ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾക്കൊപ്പം പൊതുജനങ്ങളുടെ ബൃഹത്തായ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോഴാണ് ഏതൊരു പൊതുമേഖലാ സ്ഥാപനവും വിജയിക്കുന്നതെന്ന് MLA പറഞ്ഞു. തീർച്ചയായും ഈ നാടിന് വേണ്ടി അധ്വാനത്തിന്റെ പുറകെയുണ്ടായ അധ്യാപകരെയും രക്ഷിതാക്കളെയും വലിയ ഭാരവാഹികളെയും ഹൃദയപൂർവ്വം സർക്കാരിന് വേണ്ടി നാടിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹായിക്കാനുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകളുടെ വലിയ ഭാഗം അവിടെ ഫർണിച്ചറായി മറ്റു കാര്യങ്ങൾക്കായി നിരവധി പദ്ധതികൾ, ഇപ്പോൾ ഗേറ്റും അല്ലെ മതിലും അതിന്റെ പണിക്കൊക്കെ വരികയാണ്. മുമ്പൊരു കാലത്ത് സങ്കല്പിക്കാൻ കഴിയുമോ? അപ്പൊ ക്രിയാത്മകമായ ഇടപെടലാണ് സർക്കാരിന്റെ. അത് പറയാനാണ് നമ്മുടെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ മറ്റു സ്കൂളുകൾ പോലെ മികച്ചതാവണം, മെച്ചപ്പെട്ടതാവണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. സർക്കാർ എന്ന് പറഞ്ഞ ശൂന്യതയും ശൂന്യാകാശത്തുന്ന ഒരു സാധനമല്ല, നമ്മുടേതാണ്. അതിനോടൊപ്പം സഹകരിച്ചു പോകാൻ നമുക്ക് കഴിയണം എന്ന വിജയപൂർവ്വം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുക. 100% വിജയം കൈവരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അദ്ദേഹം അഭിനന്ദിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പറും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ PI രാജേന്ദ്രൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ജയകുമാർ പൂളക്കൽ, നിഷിൽ കുമാർ, KU നാസർ, നസ്രത്ത് അബ്ദുൽ ഖാദർ, ബ്ലോക്ക് മെമ്പർ CK വിശ്വംഭരൻ, PTA പ്രസിഡന്റ് KE സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.